ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ വീണ്ടും മോർണിംഗ് വാക്കിനായി, മോർണിംഗ് വാർത്താ വാക്കിനായി ഇറങ്ങിയേക്കാണ് അല്ലെ കൃഷ്ണ? അതെ. നല്ല ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ, ചീത്തശീലങ്ങൾ ഉപേക്ഷിക്കാൻ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് 24 വാർത്താ ചാനൽ അവതരിപ്പിക്കുന്ന മോർണിംഗ് വാക്ക് അഥവാ പ്രഭാത നടത്തം, എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരാഴ്ച ഇന്ന് പൂർണ്ണമാവുകയാണ് അല്ലെ? കഴിഞ്ഞ ആഴ്ച നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്ന് തുടങ്ങി. ഇന്ന് നമ്മൾ എത്തുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഫോർട്ട് കൊച്ചിയിലാണ്. ഇവിടെ ക്രിസ്റ്റീന രാവിലെ കിടന്ന് ഹലോ പ്രേക്ഷകരെ എന്നൊക്കെ കേരളമേ എന്നൊക്കെ പറയുന്നത് കേട്ട് എന്തോ ബഹളം ആൾക്കാർക്ക് നോക്കുന്നുണ്ട്. ഇവിടെ എന്ത് ഇത്ര ശബ്ദം എന്ന ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചി അവിടെ നോക്കി ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ നമുക്കറിയാം ഇവിടെ ഇങ്ങനെ സംസ്കാരവും പൈതൃകവും അല്ലേ, ഇവിടെ കൊളോണിയൽ അങ്ങനെ ചരിത്രവും. ഇവിടെ നമ്മൾ ഫോർട്ട് കൊച്ചി കടൽ തീരത്താണ്. അവിടെ ആൾക്കാർ രാവിലെ എക്സസൈസ് ചെയ്യുന്നു. ഒരു പൊടിക്കുപ്പി പോലും കുഞ്ഞൊക്കെ നിപ്പുണ്ട്. ഒരു പൊടിക്കുപ്പി പോലും കുഞ്ഞൊക്കെ അവിടെ നിപ്പുണ്ട് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഗംഭീരമായ കാഴ്ചയാണ്. രാവിലെ ഇങ്ങനെ ജീവിതം, ഇങ്ങനെ ലൈഫ് ഇങ്ങനെ ഉണർന്നു വരുന്നതിന്റെ, പൊട്ടിവിടുന്നതിന്റെ മനോഹരമായ കാഴ്ച. അതെ അതെന്താ സാധനം? അപ്പോൾ അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ. അപ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഫോർട്ട് കൊച്ചിയെ കാണിച്ച്, ഫോർട്ട് കൊച്ചിയുടെ വിവിധ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി, ജ്യൂസ് സ്ട്രീറ്റും മട്ടാഞ്ചേരിയും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തി. ബ്രിസ്ക് അങ്ങനെ കയ്യും കാലൊക്കെ ഇങ്ങനെ ഓർക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? മാലിന്യമുണ്ട്, പക്ഷെ എന്നാൽ ഈ സൈഡ് മാലിന്യമുണ്ട്, ചെറിയ മാലിന്യമുണ്ട്. രാവിലെ മാലിന്യ കാഴ്ചകൾ കാണിക്കാല്ലേ? സത്യമാണല്ലോ അല്ലേ? എന്തായാലും ഇവിടെ മാലിന്യം, അപ്പുറത്ത് കടല്, അവിടെ ടെർമിനലുകൾ, അവിടെ വെട്ടങ്ങൾ, വെളിച്ചങ്ങൾ, ഫോർട്ട് കൊച്ചിയുടെ മനോഹരമായ കാഴ്ച. പൈതൃകവും സംസ്കാരവും, അങ്ങനെ കൊച്ചി അതിമനോഹരിയാണ്. നല്ല വായു ഉണ്ട് ഇവിടെ. മാലിന്യമൊക്കെ സൈഡിലുണ്ടെങ്കിൽ പോലും ഈ വായു ശുദ്ധമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്നാമത്തെ സ്റ്റോറി റെഡിയാവാൻ കുറച്ച് ലേറ്റാവുമെന്ന് PCR സനു പറഞ്ഞ പ്രകാരമാണ് നമ്മൾ രാവിലെ ഇത്രയും തള്ളേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ വാർത്തയിലേക്ക് പോകുന്നു. ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. വാർത്താ മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. ഇവിടെ നേരം പരമ്പരാ വെളുത്തു വരികയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉണർന്നു വരുന്നുണ്ട്. വാർത്താ ദിവസവും ഉണർന്നു വരികയാണ്. നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടേക്കാണ്? കുണ്ടന്നൂരിൽ ഇന്നലെയാണ് ഈ കുറുവാ സംഘത്തിൽപ്പെട്ടവരെന്ന് സംശയിക്കുന്ന 2 പേർ പിടിയിലായത്. അപ്പോൾ അവരെ പിടികൂടിയത് അതിസാഹസികമായിട്ട് പോലീസ് അവരെ പിടികൂടിയപ്പോൾ മോചിപ്പിക്കാനുള്ള ശ്രമമൊക്കെ വളരെ സജീവമായി നടന്നു. അപ്പോൾ ഇവരിന്ന് കുറുവാ സംഘങ്ങൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പുരോഗമിക്കുന്നു. അവരുടെ പേരെന്തൊക്കെയായിരുന്നു? അവരുടെ പേര് സന്തോഷ് സെൽവൻ, മണികണ്ഠൻ എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്ത്. ആദ്യം കുറുവാ വാർത്ത. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് കുണ്ടന്നൂർ പാലത്തിന് കീഴിലെ ചതുപ്പ് നിലത്തിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന സന്തോഷ് സെൽവനെയും മണികണ്ഠനെയും ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് രഹസ്യമായി എത്തി അറസ്റ്റ് ചെയ്യുന്നത്. സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും പോലീസുകാരെ ആക്രമിച്ചതോടെ കൈവിലങ്ങോടെ സന്തോഷ് രക്ഷപ്പെട്ടു. വിലങ്ങോടെ പൂർണ്ണ നഗ്നനായി രക്ഷപ്പെട്ടതിനാൽ അധിക ദൂരം ഇയാൾക്ക് പോകാൻ സാധിക്കില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഈ പോലീസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോലീസിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടായിരുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് യഥാവിധം ആ പ്രതിയെ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല, പിടികൂടി കൊണ്ടുപോകാൻ സാധിച്ചില്ല. സംഘത്തിൽ വനിതാ പോലീസുകാർ ഇല്ലാതിരുന്നതാണ് കസ്റ്റഡിയിൽ നിന്ന് വഴുതിപ്പോകാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ മോഷണത്തിനുപയോഗിച്ചതായി കരുതുന്ന ആയുധങ്ങൾ കണ്ടെടുത്തു. ഒടുവിൽ കുണ്ടന്നൂരിലെ ചതുപ്പ് നിലത്തിൽ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ 4 മണിക്കൂർ നീണ്ട തിരച്ചിലുകൾക്ക് ശേഷം പ്രതിയെ സാഹസികമായി പോലീസ് പിടികൂടി. പിടിയിലായ സന്തോഷിനെയും മണികണ്ഠനെയും ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി. സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ച സ്ത്രീകൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. 24 കൊച്ചി. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ചെന്നുണ്ട്. മനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഈ കുറുവാ സംഘങ്ങൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കലാവില്ലേ ആ ചോദ്യം ചെയ്യലിലെ പ്രധാന ഉദ്ദേശം? എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരിൽ കൂടി ബാക്കി സംഘങ്ങളിലേക്ക് എത്താനുള്ള നീക്കമൊക്കെ പോലീസിന് എളുപ്പമാകുമോ മനീഷ്?
ഹാഷ്മി, പോലീസ് കരുതുന്നു, പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇവർ കുറുവ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇവർക്ക് നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെ എങ്ങനെയാണ് ബന്ധമുള്ള കാര്യത്തിലാണ് ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. പോലീസ് ഇത്ര റിസ്ക് എടുത്ത് കുണ്ടന്നൂരിൽ വന്ന് ഈ പ്രതികളെ പിടികൂടണമെങ്കിൽ ഈ കേസുമായി ഇവർക്ക് വലിയ ബന്ധമുണ്ട്. ഈ സന്തോഷ് ശിവൻ എന്ന ആളാണ് പ്രധാനപ്പെട്ട പ്രതി എന്നാണ് പോലീസ് കരുതുന്നത്. ഇയാളിലേക്ക് പോലീസ് എത്തുന്നത് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് തയ്യാറാക്കിയ ഒരു സ്റ്റിൽ, ഈ സ്റ്റില് കേരളത്തിലെയും ഒപ്പം തന്നെ അതിർത്തിയിലെയും തമിഴ്നാട്ടിലെയും വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തതിൽ നിന്നും തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് ഈ സന്തോഷ് ശിവന്റെ ഒരു ഫോട്ടോ അവിടെ നിന്നും അവിടെ നേരത്തെ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇയാളുടെ ഫോട്ടോ അയച്ചിരുന്നത്. പിന്നെ ഇയാളെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് ഈ എറണാകുളം കുണ്ടന്നൂർ പാലത്തിന്റെ താഴെ സിൽക്ക് റോഡിന് സമീപം ഒരു മീൻപിടുത്ത സംഘമുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഇയാളെ പോലെ ഒരാളെ പലപ്പോഴും കണ്ടതായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുകയും ഇന്ന് ഉച്ചയോടുകൂടി അവിടെ എത്തുകയും ഇവരെ നിരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ വൈകിട്ട് 6:30-ക്കാണ് സന്തോഷ് ശെൽവനെയും മണികണ്ഠനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഈ സന്തോഷ് ശെൽവനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അവിടെ ഒരു ടെന്റിന്റെ താഴെ കുഴി കുഴിച്ച് അതിന്റെ മുകളിൽ ടാർപോൾ നിരത്തി അതിന്റെ കുഴിക്കകത്തും ഒളിച്ച നിലയിൽ മനീഷ് മഹിപാലാണ് വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്. അപ്പൊ നമ്മുടെ 24-ന്റെ സ്പെഷ്യൽ CID ജമ്പനും തുമ്പനും മനീഷും സുഹൈലും കൂടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം. എന്തായാലും അത് ഇത്ര എത്തി നിൽക്കുകയാണ്. നമുക്ക് കോഴിക്കോടേക്ക് പോകാം അല്ലേ? അവിടെ കോഴിക്കോട് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി എന്നുള്ളതാണ്. ആകെ എരിപൊരി ജഗപുകയായിരുന്നു. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷങ്ങൾ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താലിനുള്ള ആഹ്വാനം. സ്വകാര്യ ബസ് ഉടമകൾ പറയുകയാണ് ഞങ്ങൾ സഹകരിക്കാം, പക്ഷേ വ്യാപാരി വ്യവസായികൾ പറയുന്നു നഹി, ഞങ്ങൾ സഹകരിക്കില്ല. അപ്പൊ സമീർ സി മുഹമ്മദാണുള്ളത്. സമീർ, വെരി 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 ഗുഡ് മോർണിംഗ്. പക്ഷേ കോഴിക്കോട് അത്ര വെരി ഗുഡ് മോർണിംഗ് ആണോ എന്ന് അറിയില്ല. ഹർത്താൽ തുടങ്ങിയിരിക്കുന്നു. ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾ സഹകരിക്കും, മറുകൂട്ടർ പറയുന്നു നഹി. എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൂട്ടർ ഈ ഹർത്താലിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ മറുവിഭാഗം അതിനെ അനുകൂലിക്കില്ല, ഒരു വിധത്തിലും ഇന്ന് കടകൾ അടച്ചുകൊണ്ട് ഇതിനോട് സഹകരിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇന്നലെ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് ഉണ്ടായത്. രാവിലെ 8 മണി മുതലായിരുന്നു തെരഞ്ഞെടുപ്പ്. ആ സമയം മുതൽ അതിന്റെ തെരഞ്ഞെടുപ്പ് തീരുന്ന വൈകിട്ട് 4 മണി വരെയും വലിയ സംഘർഷമായിരുന്നു. പോലീസും ഇതിന്റെ ഇടയിൽ പെട്ടിരുന്നുവെങ്കിലും പക്ഷേ അവർക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു UDF-ന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ CPM പ്രവർത്തകരും തമ്മിലുള്ള വലിയ വാക്കേറ്റവും വലിയ സംഘർഷവും. അതിനൊടുവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആ ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു. പാൽ, പത്രം, അതുപോലെ തന്നെ ആംബുലൻസ്, ആശുപത്രി യാത്രകൾ, വിവാഹം, അതുപോലെ എയർപോർട്ടിലേക്കുള്ള യാത്ര, ഇത് മാത്രമാണ് ഈ ഹർത്താലിന് ഒഴിവാക്കിയിട്ടുള്ളത്. മറ്റെല്ലാവർക്കും ഹർത്താൽ ബാധകമാണ് എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനോട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള വ്യാപാര വ്യവസായി സമിതിയും ഹർത്താലിനോട് പിന്തുണയ്ക്കില്ല, ഒരു വിധത്തിലും അതിന് അനുകൂലിക്കാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയും, അതായത് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിക്കുന്നു, നാളെ ഹർത്താൽ ഉണ്ട് എന്നുള്ള കാര്യം, ആ വിധത്തിൽ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഹർത്താലുകളോട് തങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. വലിയ സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട്. ഞായറാഴ്ചയാണ്, മാത്രമല്ല ക്രിസ്മസ് ഇങ്ങനെ അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആ ആഘോഷ നാളുകളൊക്കെ നടക്കുമ്പോൾ വലിയ കച്ചവടം നടക്കുന്ന ദിവസമാണ്. പൊടുന്നതിന് പ്രഖ്യാപിക്കുന്ന ഹർത്താലുകൾ അത് ഏത് പാർട്ടിയുടേതാണെങ്കിലും അതിനോട് സഹകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് വ്യാപാരി വ്യവസായികൾ എത്തിയിരിക്കുന്നു. അതേസമയം തന്നെ ഇപ്പോൾ സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ ഇതിനോട് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് തങ്ങളുടെ വാഹനങ്ങളുടെ ഗ്ലാസുകളോ മറ്റൊക്കെ കല്ലേറിലൊക്കെ തകർന്നു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് ഇതിനോട് അനുകൂലിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഹർത്താലിനോട് അനുകൂലിക്കുന്നു എന്നാണ് സ്വകാര്യ ബസ്സുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊറ്റമ്മൽ ജംഗ്ഷനിലാണ്. ഇവിടെ നമുക്ക് കാണാം നിരവധിയായിട്ടുള്ള സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും നിരത്തിൽ ഉണ്ട്. ഒപ്പം തന്നെ KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. കോഴിക്കോട്, പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ വണ്ടികളൊക്കെ തന്നെ ഇതിനോടകം തന്നെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. 6 മണിക്ക് പുറപ്പെടേണ്ട വാഹനങ്ങൾ ഇപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഈ വഴിയൊക്കെ തന്നെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കടകളൊക്കെ നിലവിൽ തുറന്നു വരുന്ന സമയം ആകുന്നതേ ഉള്ളൂ. ഒരു 8-9 മണിയോട് കൂടി ആയിരിക്കും കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പോലീസ് പട്രോളിംഗ് നടത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനമുണ്ട്. രാവിലെ 10 മണിയോട് കൂടിയായിരിക്കും ഈ പ്രതിഷേധ പ്രകടനം ആരംഭിക്കുക. അതിനുശേഷം ഒരു പക്ഷേ കടകൾ അടപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് പോലീസും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും എന്ന കാര്യമാണ് കോഴിക്കോട് സിറ്റി കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു. നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസും ഈ കാര്യങ്ങളെ കാണുന്നത്. ക്രിസ്റ്റീന, ഹാഷ്മി. അനിഷ്ട സംഭവം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ? പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അവിടെ കോൺഗ്രസിന് പ്രതിഷേധമുണ്ട്. കടക്കാർ പറയുന്നത് ഞങ്ങൾ കടയടയ്ക്കാൻ വയ്യ, ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും സീന മുഹമ്മദ് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി
മുളക് പൊടി ഭർത്താവ് വിളിച്ചിട്ട് പോലും അതല്ല അതെ സിനാ മുഹമ്മദ് ഒന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളത്തിനകത്ത് മുളക് പൊടി കലക്കി കയ്യകലത്ത് വെച്ചിട്ട് ഉറങ്ങുമായിരുന്നു. അതെ, സ്വന്തം ഭർത്താവ് വിളിച്ചിട്ട് പോലും ഡോറ് തുറന്നില്ല എന്ന് പേടിച്ചിട്ട്. ഈ കുറുവാ സംഘം വന്നത് പിന്നെ ഇവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മുടെ മിനുബാബു ചേച്ചിയൊക്കെ എവിടെയാ? ഇപ്പൊ നമ്മളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ, ഞാനും പുറകിലാണ്. ഞാൻ വല്ലാതെ തിരിഞ്ഞു നോക്കി, കണ്ടില്ല. ഇവിടെ കുറുവ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന സംഘം, ആൾക്കാരെ പേടിപ്പിക്കില്ല, ശരിക്കും ഉപദ്രവിക്കുന്ന, കയ്യിൽ ആയുധമൊക്കെ സൂക്ഷിക്കുന്ന, എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സംഘം ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. നമ്മുടെ പോലീസും സംഘാംഗങ്ങളൊക്കെ രാത്രിയൊക്കെ ഇറങ്ങി പരിശോധിക്കുന്നു. പക്ഷേ അവരെ പൂർണ്ണമാർത്ഥത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, എന്തായാലും കുറുവാ സംഘം ഉണ്ട് എന്നുള്ള ഒരു തർക്കമില്ല. പക്ഷേ കുറുവാ സംഘത്തിൻ്റെ ക്രെഡിറ്റിൽ പ്രാദേശിക മോഷ്ടാക്കൾ കൂടി കുറുവകളായി അഭിനയിക്കുന്നു എന്ന പോലീസിന് സംശയമുണ്ടോ? തീർച്ചയായും ഹാഷ്മി, അത്തരം സംശയങ്ങൾ എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ ഹാഷ്മിക്കും ക്രിസ്റ്റീനയ്ക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ രാത്രി ഏറെ നാടകീയമായ സംഭവങ്ങൾ നടന്ന സ്ഥലത്താണ്. ഇന്നലെ കുണ്ടന്നൂരിൽ വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഒരു പ്രതി രക്ഷപ്പെട്ടുപോയി. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ ശേഷമാണ് പ്രതിയെ പോലീസിനെ എന്തായാലും പിടികൂടാൻ സാധിച്ചത്. ഇയാൾ കുറുവാ സംഘത്തിൽപ്പെട്ട ആൾ തന്നെയാണോ എന്ന ഒരു സംശയത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു സ്ഥിരീകരണം വൈകാതെ ഉണ്ടാകും. ഈ പ്രദേശത്ത് വെച്ചാണ് ഇന്നലെ പിന്നീട് പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. 4 മണിക്കൂർ തെരച്ചിൽ നടത്തിയ ശേഷമാണ് ഇയാളെ പിടികൂടിയത്. ഇവിടെ നിന്ന്, അതായത് പ്രതിയുടെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടതിന് പിന്നാലെ ഈ പരിസരമാകെ പോലീസ് പരിശോധിച്ചിരുന്നു. ഒരുപക്ഷെ രാത്രി നമുക്കതിന്റെ ഈ ദൃശ്യങ്ങൾ ഏത് തരത്തിലാണ് പോലീസിന്റെ ആ ഒരു ദൗത്യമെന്ന് നമുക്ക് കാണിക്കാൻ സാധിച്ചില്ല. ഇത്രയും ദുഷ്കരമായ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു പോലീസ് ഇന്നലെ രാത്രി അരിച്ചു പെറുക്കിയത്. ഇതെല്ലാം ചതുപ്പാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും ഒളിക്കാം. ഒളിച്ചാൽ പോലും ഒരു വിധത്തിലും പോലീസ് അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശമാകെ തിരച്ചിൽ നടത്തിയ ശേഷമാണ് പിന്നീട് പോലീസിനെ ഇയാളെ പിടികൂടാൻ സാധിച്ചത്. സന്തോഷ് സെൽവത്തെ അതിനുശേഷം രാത്രി തന്നെ പിന്നീട് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി. ആ ആളൊഴിഞ്ഞ കെട്ടിടത്തിലടക്കം ഇന്നലെ പോലീസ് രാത്രി വേറെ വൈകിയും പരിശോധന നടത്തി. അതിനുശേഷം പിന്നീട് ഫയർഫോഴ്സിന്റെ സഹായവും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാവിധ സഹായത്തോടുകൂടി തെരച്ചിൽ നടത്തിയ ശേഷമാണ് 4 മണിക്കൂർ തെരച്ചിൽ നടത്തിയതിനു ശേഷം പിന്നീട് ഇവിടെ വെച്ച് പോലീസിനെ ഒടുവിൽ പിടികൂടാൻ സാധിച്ചു. എന്തായാലും ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ കുറുവാ സംഘത്തിന്റെ പേരിൽ കുറുവാ സംഘത്തെ അനുകരിച്ച് മറ്റുള്ളവർ ഈ ഒരു ഘട്ടത്തിൽ കവർച്ച നടത്താനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. അത്തരമൊരു സാധ്യത തന്നെയാണ് ഒരുപക്ഷെ വടക്കൻ പറവൂരിൽ ഉണ്ടായതെന്ന സംശയത്തിലാണ് പോലീസ്. ആ ഒരു സംശയത്തിലൂടെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ കുറുവാ സംഘത്തെ പൂർണ്ണമായും ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും വിശ്വസിക്കുന്നില്ല. എന്തായാലും സ്ഥലത്തെ CCTV അടക്കം കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതാണ്ട് 10 വീടുകൾ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ പോലീസ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം മിനിമം DYSP കഴിഞ്ഞ നൽകിയിരുന്നു. ആ ജാഗ്രതാ നിർദ്ദേശത്തിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നാട്ടിൽ കുറുവാ സംഘം ഉണ്ടോ എന്ന സംശയത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ആളുകൾ വലിയ ആശങ്കയിലാണ്. അതുകൊണ്ട് ജാഗ്രതയിലൂടെ മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും രാത്രിയിൽ ഏതെങ്കിലും തരത്തിലൊരു അസ്വാഭാവികമായ ശബ്ദം കേട്ടാലൊന്നും ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശമടക്കം പോലീസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവികമായ ശബ്ദമോ അല്ലെങ്കിൽ മറ്റ് സാന്നിധ്യമോ കണ്ടാൽ ഉടനെ പോലീസിനെ അറിയിക്കണം എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. എന്തായാലും വടക്കൻ പറവൂരിൽ ഇത് കുറുവാ സംഘം ആണോ എന്ന കാര്യത്തിൽ പോലീസ് വൈകാതെ അതിലൊരു അന്തിമ തീരുമാനമെത്തും. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ കുറുവാ സംഘത്തെ അനുകരിച്ച് നടത്തുന്ന കവർച്ചയാണോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഹാഷ്മി. ഇതിനാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്. അപ്പൊ കള്ളം കുറുവകൾ പുറത്തുണ്ട്, സൂക്ഷിക്കണമെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. പോലീസ് എന്തായാലും പിന്നാലെയുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ്. ഇന്നലെ നിതിൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ രാവിലെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അപ്പൊ മെസ്സേജ് ഇടുമ്പോൾ പുള്ളി അബദ്ധത്തിൽ പറഞ്ഞു ഞാൻ കുറുവാ സംഘത്തെ പിടിച്ചു, അതുകൊണ്ട് രാവിലെ വരില്ല എന്ന്. പിന്നെ പറഞ്ഞു ഒരു കയ്യബദ്ധം നാറ്റിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പൊ നാറ്റിക്കാതെ നമുക്ക് രക്ഷയില്ലല്ലോ. ഇവിടെ നമ്മൾ ഫോട്ടോ കൊച്ചിയിലാണ്. അവിടെ ഒരു ചേട്ടൻ ഒരു തുണി പോലൊരു സാധനം കൊണ്ട് കറക്കി കുറെ സമയമായിട്ട് നല്ല ഗംഭീരയുടെ അഭ്യാസം കാണിക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഈ പുള്ളി അങ്ങ് എറിഞ്ഞ് അയ്യോ അത് ചില സിനിമയ്ക്കകത്ത് ഇതെന്നാ ഒരു ഇതാ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ വീഴുന്ന പോലെ ആ പുള്ളി ആണെങ്കിൽ ബൈ ഒന്ന് കാണിക്കോ? ദാണ്ട അവിടെ കണ്ടോ. അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാട്ടൊക്കെ ഇട്ട് ഈ തുണിയൊക്കെ ഇട്ട് കറക്കിയുള്ള പരിപാടിയാണ് സാധനം കേട്ടോ. ഡാൻസറാണ്, കണ്ടംപററി ഡാൻസറാണ് കേട്ടോ.
അപ്പോൾ ഒരു ഡാൻസറാണോ അല്ലേ? ഡാൻസറാണോ അല്ലേ? ഡാൻസറാണ്. ആ ഡാൻസ് കളിക്കും. ഓക്കെ ഓക്കെ, പൊളി 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 പൊളി. അപ്പോൾ നമുക്കറിയാം ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ ഡാൻസർമാരുടെയും കലാകാരന്മാരുടെയും ഒരു ഹബ്ബ് കൂടിയാണ്. അപ്പോൾ അതിലൊരു കലാകാരനാണ് ഇങ്ങനെ കറക്കി ഉള്ള അഭ്യാസം രാവിലെ. നമ്മുടെ പ്രേക്ഷകർ നമ്മോടൊപ്പം കട്ടയ്ക്ക് കൂടെയുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. മാത്യു ചിറ്റയം, അബ്ദുൾ ഹമീദ്, മുനീർ CHM, അനു, മുഹമ്മദ്, പിന്നെ സജീവ് ശ്രീരാജ, അശ്വിനം, അബ്ദുൾ ഹമീദ്, മിനി ബാബു, ഇവരൊക്കെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെ, ഏഞ്ചൽ മരിയ, ഇവർ എല്ലാവർക്കും വെരി 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 ഗുഡ് മോർണിംഗ്. ഇവിടെ സൗമ്യ ചോദിക്കുന്നുണ്ട്, ഹാഷ്മി എവിടെയാണ് ഇന്നലെ കണ്ടില്ലല്ലോ? ഇന്നലെ നമ്മുടെ ജനകീയ കോടതിയിൽ ഷൂട്ടായിരുന്നു. ജനകീയ കോടതിയിൽ ഇന്ന് വരുന്ന ആരാണെന്നറിയോ? ഇന്ന് വരുന്നത് നമ്മുടെ കളക്ടർ ബ്യൂറോ എൻ പ്രശാന്ത് IAS ഇന്ന് വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 7:30 നമ്മുടെ ജനകീയ കോടതി. സസ്പെൻഷന് ശേഷമുള്ള ആദ്യ കാര്യങ്ങൾ വിശദമായി ഇരുന്ന് കാര്യങ്ങൾ പറയാനാണ്. സസ്പെൻഷന് ശേഷം വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഒരുപാട് സസ്പെൻസ് ഉണ്ട് അല്ലേ? ഒരുപാട് സസ്പെൻഷൻ, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ പ്രശാന്ത് IAS അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ, സസ്പെൻഷൻ, ഈ പറഞ്ഞ സിവിൽ സർവീസിനകത്തുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹം എന്തുകൊണ്ട് ഈ പറഞ്ഞ കമ്മിറ്റികളൊക്കെ നടത്തി എന്നൊക്കെയാണ് വളരെ വിശദമായി പറഞ്ഞ ജനകീയ കോടതി വൈകിട്ട് 7:30. ഇന്നലെ ആയിരുന്നു എന്റെ ഷൂട്ട്, അതുകൊണ്ടാണ് ഇന്നലെ ഉണ്ടാവുന്നത്. കളക്ടർ ബ്രോ എന്താണ് പറയുന്നത്, എന്തൊക്കെ വെളിപ്പെടുത്തൽ ഉണ്ടാവും ഇന്ന് വൈകുന്നേരം കാണുക 7:30. ഇന്ന് വൈകുന്നേരം 7:30. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ഫ്രം ഫോർട്ട് കൊച്ചി. ഇവിടെ എന്താണ്, ഇവിടെ ശാന്തവും സമാധാനവും ഐശ്വര്യപൂർവ്വമായ അന്തരീക്ഷമാണ്. രാവിലെ പ്രഭാതം പൊട്ടിവിടുന്നു. പക്ഷെ മണിപ്പൂരിലെ അവസ്ഥ അതെല്ലാം തോന്നുന്നു. മണിപ്പൂരിൽ വീണ്ടും പ്രതിഷേധങ്ങൾ. പ്രേക്ഷകർ പറയുന്നുണ്ട് നമ്മൾ മണിപ്പൂർ വാർത്ത മുക്കി, നമ്മൾ ഒന്നും മുക്കാറില്ല പ്രേക്ഷകരെ. നമുക്കില്ല അത് തന്നെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൽ വലിയ പ്രതിഷേധമുണ്ട്. അവിടെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ വീടിനെതിരെ പ്രതിഷേധക്കാർ ആക്രമണം നടത്തിയെന്ന് വാർത്ത വരുന്നുണ്ട്. മണിപ്പൂരിൽ അഫ്സ്പ പിൻവലിക്കണമെന്ന് മണിപ്പൂർ സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. മണിപ്പൂരിലെ മിസോറാം വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ മണിപ്പൂര് ഇവിടെ ആ സംഘർഷം തുടങ്ങി, എന്താണ്, അവിടെ കൊളുത്തപ്പെട്ട തീ ഇതുവരെ അണഞ്ഞിട്ടില്ല. അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നു. മാസങ്ങളായി അതിങ്ങനെ അപരിഹാര്യമായി റോക്കറ്റൊക്കെ വീണെന്നാണ് പറയുന്നത്. പറഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഘർഷത്തിൽ, കലാപത്തിൽ ഇവിടെ റോക്കറ്റോ ഈ പറഞ്ഞ സാധനമൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്തായാലും അത് വീണ്ടും അതിൻ്റെ രണ്ടാം ഫേസിൽ കൂടുതൽ ശക്തമാകുന്നു. ആവാതിരിക്കട്ടെ. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ വീണ്ടും നേരെയൊക്കെയാണ് ഇപ്പോൾ ആക്രമണം. അവിടെ അങ്ങനെ സംഘർഷം അങ്ങനെ വളരെ അങ്ങേയറ്റം ഭീതിജനകമായ സാധ്യത നിൽക്കുന്നു. ഇടപെടട്ടെ, ഒരു ടേബിളിന് ചുറ്റും വിളിച്ച് ഇരുത്താൻ കഴിയുമെങ്കിൽ ഇരുത്തട്ടെ, സംസാരങ്ങൾ നടക്കട്ടെ, പരിഹാരം ഉണ്ടാവട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ഹാഷ്മി, നമുക്ക് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പോട് ഒന്ന് പറഞ്ഞേക്കാം. കാരണം രാവിലെ ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കുമെന്ന പ്രഖ്യാപനമല്ലല്ലോ, പ്രവചനം. അതെ, സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ മഴ തുടരും. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ചാൻസ് ഉള്ളതിനാൽ പൊതുജനം ഒന്ന് ജാഗ്രത പാലിക്കണം. നല്ല സൗണ്ട് എഫക്റ്റോട് കൂടി ആയിരിക്കും മഴ വരുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് എഫക്റ്റോട് കൂടി അല്ലേ? ഓക്കെ, ചിരിക്കല്ലേ. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നടക്കുന്നത് ഫോർട്ട് കൊച്ചിയുടെ ചരിത്രം പേറുന്ന, അതിൻ്റെ പൈതൃകം പേറുന്ന മഹത്തായ മണ്ണിൽ കൂടി നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ബീച്ചാണ്. ബീച്ചിലിവിടെ അവിടെ കടൽ ശാന്തമാണ്, അത്യാവശ്യം ശാന്തമാണ് കടൽ. എന്തായാലും എന്താണ് ഈ കാലാവസ്ഥയുടേതായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുരണനങ്ങൾ ഈ കടലിൽ കാണാനില്ല. ഒരുപാട് ആളുകൾ രാവിലെ ഈ ഫോർട്ട് കൊച്ചി ഈ വാക്കയിലൂടെ നടക്കാൻ വേണ്ടി വരുന്നുണ്ട്. ചീനവല കാണാം, ഒരുപാട് കിളികളെ കാണാം, അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരെ കാണാം, ചൂണ്ടമാറിയിട്ടുള്ളവരെ കാണാം. കടലിരമ്പമുണ്ട്, അകമ്പടിയായി. അടുത്ത വാർത്ത എന്താണോ? അടുത്തത് മുനമ്പത്താണ്. ലൈഫ് നമ്മളിങ്ങനെ ബ്യൂട്ടിഫുൾ ആണ്, എന്റെ കേരളം എത്ര സുന്ദരം എന്നൊക്കെ പറയുമ്പോഴും ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മുനമ്പത്ത് പ്രതിഷേധം ഘടിപ്പിച്ച ഭൂസംരക്ഷണ സമിതി ഇന്ന് പ്രദേശത്ത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി രാവിലെ നടക്കും. മുനമ്പം ഭൂസംരക്ഷണ സമിതിക്ക് ഐകദാർഢ്യവുമായി SNDP ഇന്ന് വൈകിട്ട് മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിക്കും. 7000-ലധികം പേർ പങ്കെടുക്കുന്ന മനുഷ്യച്ചങ്ങല തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരം 36ാം ദിവസത്തിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. നിരാഹാര സമരമൊക്കെയാണ് അവരുടെ ഒരു അതിജീവന സമരം എന്ന് ഉറപ്പായും പറയാം. നമ്മളവിടെ പോയവരാണ്, നമ്മളവിടെ പോയി ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ്? അവർ തലമുറകളായി, പരമ്പരകളായി അവിടെ കഴിഞ്ഞു വരുന്നവരാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുടെ നേരിയ കരുതൽ പോലും അവർക്ക് മേൽ വീഴാൻ നമ്മൾ അനുവദിക്കില്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങൾ ഓൺലൈൻ ചർച്ചകളും മീറ്റിംഗും നടക്കാൻ പോവുകയാണ്. അതിൽ പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് സമരസമിതിയുടെ പ്രതീക്ഷ. അതിൽ പരിഹാരം ഉണ്ടാവട്ടെ.
പ്രശ്നം പക്ഷേ സങ്കീർണമാണ് അല്ലെ, കുറെ സങ്കീർണമായ പ്രശ്നമാണ്. ഈസി, വളരെ ഈസി പരിഹരിക്കാവുന്ന സൊല്യൂഷൻ നമ്മൾ തന്നെ മുന്നോട്ട് അതായത് മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈസി ആയിട്ട്, പക്ഷെ നിയമങ്ങളുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വഖഫ് ഈ മുസ്ലിം സംഘടന യോഗം തന്നെ പറയുന്നത് അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു. അതിനുള്ള തെളിവുകൾ അവർ പറയുന്നുണ്ട്. കോടതിയിൽ വഖഫ് ബോർഡ് പറയുന്നു ഇത് ഞങ്ങൾ ക്ലെയിം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ വളരെ ഈസി പരിഹരിക്കാൻ പ്രശ്നമാണത്. അത് ചെയ്താൽ മതി. ചെയ്യണ്ടേ? ചെയ്യണം. അതാണ് അത് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് ഉറപ്പായും പറയാം. ഇവിടെ ഫോട്ടോ ചെയ്യുന്ന ഒരുപാട് വിദേശികളൊക്കെ ഒരുപാട് വിദേശ ഭാഷ പെട്ടെന്ന് വന്നതാണ്. ഓക്കെ, ഒരുപാട് പേര് കമന്റ്സ് ഒക്കെ പറയുന്നത്. ജ്യോതിലക്ഷ്മി ഹായ്, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഹാഷ്മി സ്പീഡ് കുറച്ച് പറയൂ, പകുതി മനസ്സിലാവുന്നത്. സ്പീഡ് കുറച്ചൊക്കെ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ജാഗ്രതയോടുകൂടി ഇരിക്കണം. അബ്ദുൾ നസീർ കഷ്ടം, രാവിലെ 24 കണ്ടാൽ വിചാരിക്കും ലോകത്ത് മറ്റു വാർത്തകളൊന്നുമില്ലെന്ന്. അതെന്താ അങ്ങനെ പറയുന്നത് ചേട്ടാ? അങ്ങനെ പറയല്ലേ പ്ലീസ്. അതെ, വാർത്ത വന്നിട്ടുണ്ടോ? വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാം. സനൂപ് അതെ, റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ പ്രശ്നം അറിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവിടെ സ്റ്റുഡിയോ നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ പ്രോംപ്റ്റർ ഉണ്ട്. അതിൽ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാകുമ്പോഴത്തേക്ക് മുന്നിൽ പ്രോംപ്റ്റർ ഇല്ല. നമ്മുടെ ഈ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനോട് വാർത്ത വരണം. ആ വാർത്ത വരാനുള്ള കാലതാമസം നടക്കുകയാണ്. ഈ ക്രിസ്റ്റീന ഇടിമിന്നലിന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നൊക്കെ പറയേണ്ടി വരുന്നത് വാർത്ത വരാനുള്ള കാലതാമസം കൊണ്ടാണ്. പ്രിയപ്പെട്ട പക്ഷേ ക്ഷമിക്കണം. റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് കോടതി ഇന്ന് പരിഗണിക്കും. കോടതി ഇന്നൊരു തീരുമാനമുണ്ട്. ജയിൽ മോചന ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതിനിടയിൽ അബ്ദുൾ റഹീമിന്റെ ഉമ്മ അവിടെ പോയിരുന്നു. ഉമ്മ മകനെ കാണാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞത് പിന്നീട് കണ്ടതൊക്കെ നമ്മൾ കണ്ടു. ഉമ്മ നാട്ടിലേക്ക് മടങ്ങി. എന്തായാലും ഇന്ന് അവിടെ ആ ജയിൽ മോചനം, കേരളം ഏറെ കാത്തിരിക്കുന്ന ആ ജയിൽ മോചനം സാധ്യമാകും എന്നതാണ് പ്രതീക്ഷ. കൊലപാതക കേസിൽ 18 വർഷത്തിലധികമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് റിയാദ് ക്രിമിനൽ കോടതിയുടെ പുതിയ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. സൗദി സമയം രാവിലെ 9 മണിയോടെയാകും കേസ് പരിഗണിക്കുക. അബ്ദുറഹീമിന്റെ അഭിഭാഷകനും എംബസി ഉദ്യോഗസ്ഥനും അബ്ദുറഹീമും നേരിട്ടോ ഓൺലൈൻ വഴിയോ കോടതിയിൽ ഹാജരാകുമെന്നാണ് റിപ്പോർട്ട്. കൂടാതെ അസീർ ഗവർണറുടെ പ്രതിനിധിയും ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്ന സൂചനയുണ്ട്. കഴിഞ്ഞ ജൂലൈ 2 അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയെങ്കിലും ജയിൽ മോചിതനായിട്ടില്ല. ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ജയിൽ മോചന ഉത്തരവാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. വധശിക്ഷ റദ്ദാക്കിയതോടെ പ്രൈവറ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് അവസാനിച്ചു. പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. 18 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ച പശ്ചാത്തലത്തിൽ ഈ കേസിൽ പ്രത്യേക ശിക്ഷ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ജയിൽ മോചന ഉത്തരവിന് സാധ്യത കൂടുതലാണ്. മോചന ഉത്തരവുണ്ടായാൽ അത് അപ്പീൽ കോടതിയും ഗവർണറേറ്റും അംഗീകരിച്ച ശേഷമായിരിക്കും ജയിൽ മോചനം ഉണ്ടാവുക. അതേസമയം സൗദിയിലായിരുന്ന അബ്ദുറഹീമിന്റെ ഉമ്മയും സഹോദരനും അടങ്ങുന്ന കുടുംബം നാട്ടിലേക്ക് മടങ്ങി. അബ്ദുറഹീമിനെ ജയിലിൽ കാണാൻ അവസരമൊരുക്കിയ അസീർ ഗവർണർ തുർക്കി ബിൻ തലാൽ രാജകുമാരന്റെ റിയാദിലെ ഓഫീസിലെത്തി ഇന്നലെ കുടുംബം നന്ദി പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ. പാലക്കാട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. പാലക്കാട്ട് പൊടിപൂരം. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, ഇന്ന് ഈ 3 ബൈ ഇലക്ഷനുകളിൽ 3 ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്, ചേലക്കര, പാലക്കാട് 3 ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചരണം എരിപൊരു സഞ്ചാരത്തിൽ അത്രയധികം രാഷ്ട്രീയ വിഷയങ്ങൾ വന്നു മറിഞ്ഞു പോയ മനുഷ്യന് പ്രയോജനമുള്ള കാര്യങ്ങളാണെന്ന് വേറെ ചോദ്യമുണ്ട്. അത്രയധികം വിഷയങ്ങൾ വന്നു മറിഞ്ഞു പോയ മറ്റൊരു തെരഞ്ഞെടുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് പാലക്കാടാണ്. പാലക്കാട് അതിന്റെ ലാസ്റ്റ് ലാപ്പിലാണ്. അവിടെ നാളെ പരസ്യ പ്രചാരണം തീരുകയാണ്. അപ്പോൾ എരിപൊരു സഞ്ചാരം, അങ്ങേയറ്റ സഞ്ചാരം. മുഖ്യമന്ത്രി എവിടെയുണ്ട്? മുഖ്യമന്ത്രി ഇന്ന് 2-3 യോഗങ്ങൾ പങ്കെടുക്കുന്നു. കെ സി വേണുഗോപാലുണ്ട്. അങ്ങനെ നേതാക്കളുടെ സാന്ദ്രത കൂടിയ പാലക്കാട്ടേക്കാണ്. അതെ, ഗൃഹസമ്പർക്ക പരിപാടികളിലാണ് BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണുള്ളത്. ശ്രീജിത്ത്, വെരി 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 ഗുഡ് മോർണിംഗ്. അതായത് 2 പേര് അവർ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്നും മാറി ചിന്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ട ഒരു മണ്ഡലമാണ്. ഇന്ന് മുഖ്യമന്ത്രിയുണ്ട്, KC വേണുഗോപാൽ ഇവിടെയുണ്ട്. BJP വീടാന്തരം കയറിയുള്ള പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് അറിയുന്നു. ഇന്നത്തെ പാലക്കാടൻ വാർത്തകൾ.
വെരി 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 ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും കൽപ്പാത്തി അവിടെ തന്നെയാണ് ഉള്ളത്. നമുക്കൊന്ന് കൽപ്പാത്തി തെരുവുകളിലൂടെ നടക്കുന്ന സമയത്ത് രാഷ്ട്രീയമൊക്കെ വളരെ വളരെ ഗംഭീരമായി ചർച്ച ചെയ്യുന്ന ഒരു മേഖലയിലൂടെ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞു. ഇപ്പോൾ ഇനി രാഷ്ട്രീയ ചർച്ചകൾക്കാണ് അഗ്രഹാര തെരുവീതിയൊക്കെ സാക്ഷ്യം വഹിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടുപേർ വ്യത്യസ്ത പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് മാറി, ഒരാൾ CPIM-നോടൊപ്പവും മറ്റൊരാൾ BJP-യിൽ നിന്ന് കോൺഗ്രസിനോടൊപ്പവും ചേർന്ന രാഷ്ട്രീയ കൗതുകം ഈ പാലക്കാട് മണ്ഡലം ഏറ്റവും ഒടുവിൽ ഒരു സസ്പെൻസ് എന്ന തരത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സന്ദീപ് വാര്യരുടെ ഇന്നത്തെ പരിപാടി നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ അദ്ദേഹം പാണക്കാട്ടേക്ക് എത്തുകയാണ്. പാണക്കാട് പാണക്കാട് സാദിഖ് അലി തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ട് താൻ കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ട്, തനിക്ക് തന്നോട് മറ്റു പിണക്കങ്ങളൊന്നും ഉണ്ടാകരുത്, താൻ ഇനി എന്താ പറയുക സ്നേഹത്തിന്റെ കടയിലേക്ക് ആ കച്ചവടക്കാരനായിട്ട് താനുണ്ട് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ട് പോവാണെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാവുക. അതിനുശേഷം ഉച്ചയോടുകൂടി ഇങ്ങോട്ട് തിരിച്ചെത്തി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ BJP-യുടെ കാര്യത്തിലാണെങ്കിൽ BJP അവർ ഒരു ഗൃഹസന്ദർശനം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ നീക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലും പുറത്തേക്കുള്ള പ്രചരണങ്ങൾ പരമാവധി കുറച്ച് ഗൃഹസന്ദർശനം എന്ന തരത്തിലേക്ക് BJP സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ BJP-യുടെ നേതാക്കളും ഒക്കെ ഈ ഒരു ഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. RSS നേരിട്ട് BMS എന്ന രൂപത്തിൽ RSS നേരിട്ട് മേലാമുറിയിലും മേപ്പറമ്പിലും അങ്ങനത്തുള്ള മുത്താന്തറ പോലുള്ള മേഖലകളിൽ നേരിട്ട് സ്ക്വാഡ് ഇറങ്ങുന്ന കാഴ്ചയടക്കം കണ്ടു. കാരണം അവർ തെരഞ്ഞെടുപ്പിന് അത്ര ഗൗരവമായിട്ട് തന്നെയാണ് സമീപിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സന്ദീപ് പുറത്തുപോയ സ്ഥിതിക്ക് സന്ദീപ് കുറേയധികം ആരോപണങ്ങൾ ഉന്നയിക്കുമെന്ന് അവർക്കറിയാം. അത് പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ ബോധ്യം BJP നിർത്തുന്നുണ്ട്. അത് RSS ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. BJP-യുടെ കൃത്യമായ 1935 ശാഖ തുടങ്ങിയ സംഘപരിവാറിന്റെ ശാഖ തുടങ്ങിയ മേഖലകളുള്ള ഓരോ ബൂത്തിലും 1500-ഓളം വോട്ടുകൾ വരെ ചോദിച്ചതുപോലെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ചോദിക്കുന്നത്. നമ്മൾ ഈ പാലക്കാട് എന്തൊക്കെ കണ്ടു? സരിൻ എന്ന് പറയുന്ന ആ ദിവസം വരെ കോൺഗ്രസിന് വേണ്ടി അതിശക്തം സൈബർ മേഖലകൾ വാദിച്ച, അല്ലെങ്കിൽ സൈബർ കടന്നലുകളുമായി നേർക്കുനേർ യുദ്ധം പ്രഖ്യാപിച്ച, ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ച അവരുടെ സൈബർ കമാൻഡർ LDF-ലേക്ക് പോകുന്നു മാത്രം LDF സ്ഥാനാർത്ഥിയാവുന്നത് കണ്ടു. ഈ മിനിഞ്ഞാന്ന് വരെ സന്ദീപ് വാര്യർ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത്, കോൺഗ്രസിനെതിരെയും BJP-ക്ക് വേണ്ടി ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ ഇന്നലെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോയി BJP ഒരു വർഗീയ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നു. സന്ദീപ് വാര്യർ ഇനി മുതൽ കോൺഗ്രസിന്റെ നാവായി മാറുന്നു. എന്തൊക്കെ പാലക്കാട് കണ്ട ട്വിസ്റ്റിന് കയ്യും കണക്കുമുണ്ടോ? ഇനി ബാക്കി വരാനുള്ള ദിവസങ്ങൾ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ? ദൈവത്തിന് മാത്രം അറിയാം. എന്തായാലും പാലക്കാട് പ്രചരണം തീരാനുള്ള ലാസ്റ്റ് മണിക്കൂറിലേക്ക് കടക്കുമ്പോഴേക്കും ഇത്രയും ദിവസത്തെ പ്രചരണം അങ്ങനെ കൊണ്ടുപിടിച്ച് ഒരു മോൾട്ടൻ ലാവ് പോലെ അല്ലേ, തിളച്ച് മറിയാണ് അവിടെ.